ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പതിനാറെങ്കൽ, അതായത് ചെമ്മാട് പരപ്പനങ്ങാടി റൂട്ടിൽ പതിനാറെങ്കൽ എന്ന് പറഞ്ഞ ഭാഗത്താട്ടോ. അവിടെ ഇതാ നമ്മളൊരു റംസാൻ നൈറ്റ് ഫുഡിന്റെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അതിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റംസാനിന് ഇപ്പോൾ എന്താ പറയുക, എല്ലാ ഭാഗത്തും പോയി നൈറ്റ് ഫുഡിന്റെ ഒരു ഇതാണല്ലോ. പ്രധാനമായിട്ടും ഹോട്ടലുകളും കൂൾബാറുകളൊക്കെ നടത്തുന്ന ആളുകളാണ് ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കേട്ടോ, അല്ലാത്തവരും ഉണ്ട്. കാരണം വെച്ചാൽ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒരുപാട്. കാരണം പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. പണ്ടൊക്കെ പടക്കം വാങ്ങി പൊട്ടിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഏകദേശം ഫുഡിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ ഇതിൽ മായങ്ങളുണ്ട്, മായമില്ലാത്തതുകൊണ്ട് ഒക്കെ ശ്രദ്ധിച്ച് കഴിക്കട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ മേഖല എന്താ പറയുക നല്ലൊരു മേഖല ആയിട്ട് മാറുന്നുണ്ട്. കാരണം റംസാനിൽ പിന്നെ എന്താ പറയുക നല്ല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഈ ഇതിൽ ഉണ്ട് കേട്ടോ. ഞാൻ ഒരിടം പോയപ്പോൾ നമ്മളെ കാടമുട്ട, കോഴിമുട്ട പരിപാടികളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സുഹൃത്താണ് കേട്ടോ. അത് നമ്മളെ സുഹൃത്താണ് ഈ ഒരു കട ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് സന്ദർശിക്കുക. അതുപോലെ എന്താ പറയാ, ഇവിടെ 2-3 ഐറ്റം കുടുക്ക സർബത്തുകളുണ്ട്. അത് എന്താ പറയാ, അതില് പാഷൻ ഫ്രൂട്ട്, അതുപോലെ കണ്ണിമാങ്ങ, അതുപോലെ എന്താ പറയാ ഗ്രേപ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. പിന്നെ അതാ കട്ട് ഫ്രൂട്ടുകളായിട്ടുള്ള ഐറ്റംസുകൾ വേറെ തന്നെ ഉണ്ട്. അതുപോലെ മാംഗോ, നമ്മളെ എന്താ പറയാ പച്ചമാങ്ങ, അതിന്റെ ഒരു മിക്സിങ് വേറെ ഉണ്ട്. രണ്ട് ഐറ്റം മാങ്ങകളുണ്ട്. അത് എന്താ പറയുക ഉപ്പും മുളകും മറ്റേതൊക്കെ മസാലയും കൂട്ടിയിട്ടുള്ള വേറെ പരിപാടിയുണ്ട്. അങ്ങനെ തവിട് പരിപാടികൾ ഈ ഒരു കൗണ്ടറിലുണ്ട്. വന്ന് കഴിച്ചോളി കേട്ടോ. പിന്നെ നമ്മളെ എല്ലായിടത്തുള്ള സ്പെഷ്യലായിട്ടുള്ള നമ്മളെ കോഴിക്കോടിന്റെ സ്പെഷ്യലായിട്ടുള്ള നമ്മളെ ചുരണ്ടി ഐസ് എന്ന് പറയും. ആ ഒരു സംഭവം നമ്മളെ എന്തായാലും ഈ ചൂടില് ഈ ഒരു സംഭവം നല്ല തന്നെയല്ലേ. കാരണം വെച്ചാല് ഐസും അതുപോലെ ചുരണ്ടി ഐസും, പിന്നെ അതേപോലെ നമ്മളൊക്കെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നാവിനൊക്കെ ഒരു പ്രത്യേക ഒരു തരിപ്പും ഒരു ഇതുണ്ടാവില്ല, ഒരു ഉപ്പ് ഒരു ഇത് കിട്ടൂല. അപ്പൊ അതിനാണ് ആളുകൾ ഇത് ഇങ്ങോട്ട് ഓടി വരുന്നത്. ഇപ്പൊ എന്തായാലും കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പല ഏരിയയിലുണ്ട്, ഓരോ ഏരിയയിലും. ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു 10 വർഷം മുന്നേ ഏകദേശം ചെറിയ ലെവലിൽ തുടങ്ങിയ സംഭവങ്ങൾ ഇപ്പോൾ നാടിന്റെ നാനാ കവലകളിലുണ്ട്. പിന്നെ ഇതാണ്ടില്ലേ, ഈ ഒരു എന്താ പറയാ നമ്മളെ ചുരണ്ടീസ് തന്നെ ഏകദേശം ഒരു 3 ഐറ്റം ഉണ്ട്. അതുപോലെ പല ലെവലും. പണ്ടൊക്കെ ജബുലാനി മുതൽ പുൽച്ചാർസോട മുതൽ അങ്ങനെയുള്ള ആത്മാവ് മുതലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി കേട്ടോ. ഇപ്പം നല്ല നല്ല ഐറ്റംസുകൾ തന്നെയാണ് വരുന്നത്. നമ്മളെ ഗ്രേപ്പ്, മുന്തിരിൻ്റെത്, അതേപോലെ മറ്റേ എന്താ പറയാ ഉറുമാമ്പഴം, അതുപോലെ പാഷൻ ഫ്രൂട്ട്, അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസുകളും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള മിക്സിങ്, അതിൽ സോഡ മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കുന്നൊക്കെ പരിപാടിയാണ് കേട്ടോ ഉള്ളത്. വേറെ ലെവല്. അപ്പം എന്തായാലും ഞാൻ ആ കൗണ്ടറും സന്ദർശിച്ചു. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള 2-3 ഐറ്റമുള്ള ഈ കുടുക്ക സർബത്തുകളും അതുപോലുള്ള ഈ മുന്തിരിൻ്റെ ഒരു വേറൊരു ജ്യൂസ് ഐറ്റംസ്, ഇതാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് കേട്ടോ. എന്തായാലും സംഭവം ഉഷാറുണ്ട്. ഈ കടന്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ വീണ്ടും പറയാം, നമ്മുടെ പരപ്പനങ്ങാടി ചെമ്മാട് റൂട്ടിലെ പതിനാറെങ്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉള്ള സ്ഥലം, അതിന്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും മറക്കണ്ട, നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. പോയി കണ്ട നല്ല തിരക്കാണ്. ഞാൻ ചെന്ന സമയത്തൊക്കെ നല്ല തിരക്കാണ്. അത് കണ്ടില്ലേ, ഉഷാറാണ്, അടിപൊളി സംഭവം. പോയി കഴിച്ചോണ്ടിട്ടോ, വേറെ ലെവല്. നോമ്പ് തുറന്നൊരു 7-7:30 മണിയായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കവലകളും, മലബാറിലൊക്കെ എല്ലാ കവലകളും ഇങ്ങനത്തെ ഒരു ഐറ്റംസുകൾ കിടന്ന് കളിക്കുകയാണ് മക്കളെ. അതില് നല്ലതും ഉണ്ടാവും, ചിലപ്പോ മോശമുള്ള ഉണ്ടാവും. നോക്കി കഴിക്കുക. അതുപോലെ ഇവർ പറഞ്ഞു വെച്ചാൽ നല്ല സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളെ വയറാണ്, നിങ്ങൾ കാത്തോള. അടിപൊളി സെറ്റപ്പ്, നല്ല സാധനങ്ങൾ കഴിക്കാൻ നോക്കുക കേട്ടോ. ഇനി എന്നെ പൊങ്കാലിടാൻ വരണ്ട, ഞാൻ പറഞ്ഞ് പോയി കഴിച്ചെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ വയറാണ്, നിങ്ങൾ പോയി കഴിക്കട്ടെ. ഞാൻ കണ്ട് വീഡിയോ എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളൂ. ഞാൻ ഇഷ്ടപ്പെട്ട സാധനം ഞാൻ അവിടുന്ന് വാങ്ങിക്കഴിച്ച് നമ്മളെ സുഹൃത്തിന്റെ കടയാണ്. അപ്പൊ എല്ലാവരും പോയി കഴിക്കുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ, ഷെയർ, ലൈക്ക് ഒക്കെ ചെയ്യാം.